തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശത്രു കൊണ്ട് വിത്ത് പാകുന്നത് നിന്റെ നിരാശ എന്ന കളത്തിലാണെന്ന് ഓർത്തോണം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുത്തരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കുന്ന ഈ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകളെ, ദ എനിമീസ് മെയിൻ ടൂൾസ് ആർ ഡിസെപ്ഷൻ ആൻഡ് ലൈസ്. ഇഫ് ഹി ക്യാൻ കൺട്രോൾ യുവർ തിങ്കിങ്, ഹി ക്യാൻ കൺട്രോൾ യുവർ ലൈഫ്. ആസ്ക് യുവർസെൽves, where is this thought coming from? The enemy trying to plant negative seed. അവിടെ നിനക്ക് ചോദിക്കാൻ സാധിക്കണം. ആസ്ക് യുവർസെൽഫ്, നിന്നോട് തന്നെ നീ ചോദിക്കണം, വേർ ഈസ് ദിസ് തോട്ട് കമ്മിങ് ഫ്രം? ഇതെവിടെ നിന്നാണ് ഈ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത്? അത് കർത്താവ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നാണ് അവിടെ പൗലോസ്. ഒന്നിനെപ്പറ്റി, എല്ലാറ്റിലും പ്രാർത്ഥനയാലും. പക്ഷേ അവിടെ വേറെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ആ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നിരാശ കൊണ്ട് ഭാരപ്പെട്ട് തളർന്ന് നശിച്ചു പോകരുത്. അതുകൊണ്ട് നിൻ്റെ നിരാശയുടെ കളമല്ല വിതയ്ക്കേണ്ടത്, പ്രത്യാശയുടെ കളം. പ്രത്യാശയുടെ വിത്ത് വിതയ്ക്കുന്ന കളമായി നിൻ്റെ ജീവിതത്തിൽ തരട്ടെ. നിരാശ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കള. ദൈവം നിന്നെ അനുഗ്രഹിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ വിത്ത് കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്താൽ അവർ ശക്തി പ്രാപിക്കട്ടെ. പ്രത്യാശയുടെ വിത്താൽ നിൻ്റെ മക്കൾ നിറയപ്പെടട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എംപിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് ശാഖകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, കർത്താവിൻ്റെ രാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണാകൃപ എല്ലാവരുടെ മേലെ ഒരുപോലെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് നിരാശയുടെ വിത്ത് മാറ്റി പ്രത്യാശയുടെ വിത്തിനാൽ നിറയപ്പെടട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മത, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.